അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇദ്ദേഹമാണ് ഹോളിവുഡ് നടൻ ജെയിംസ് വുഡ്. ഇസ്രായേലുകൾ അധിനിവേശം നടത്തി പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ കൊന്നൊടുക്കുന്ന സമയത്ത്, ഓരോ വീടുകളും ചുട്ടരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, കിൽ ദം ഓൾ, എല്ലാ ഫലസ്തീനികളെയും കൊന്നുകളയുക എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനാണ്. എന്താണ് ഞാൻ ഇദ്ദേഹത്തെ ഇന്ന് പരാമർശിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിസ്സഹായാവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അമേരിക്കയിൽ പടർന്നു പിടിച്ച കാട്ടുതീ ഏതാണ്ട് ഇന്നത്തേക്ക് 35,000 ഏക്കർ സ്ഥലമാണ് ചാമ്പലാക്കി കളഞ്ഞത്. ആ കൂട്ടത്തിൽ ഹോളിവുഡ് നടൻ ജെയിംസ് വുഡിൻ്റെയും വീട് കത്തി നശിച്ചുപോയി. അതിൻ്റെ മുമ്പിൽ നിസ്സഹായകനായി നിന്ന് ഹോളിവുഡ് നടൻ ജെയിംസ് വുഡ് ധാടിക്ക് കൈകൊടുത്ത് വാവിട്ടു കരയുകയാണ്. നിങ്ങൾ ആ രംഗം, ആ കത്തി നശിക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഈ ജെയിംസ് വുഡാണ് ഒരു ഉമ്മയുടെ നിസ്സഹായതയോടുകൂടിയുള്ള നിൽക്കുന്ന ഫോട്ടോ. അതായത് അമേരിക്കൻ സഹായത്തോടെ ഇസ്രായേലിൽ ഫലസ്തീനിലേക്ക് നടത്തിയ ബോംബ് വർഷത്തിൽ ഒരു വീട് തകർന്നപ്പോൾ ഒരു ഉമ്മ ധാടിക്ക് കൈകൊടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു, നൈസ് ജോബ് ബൈ ദ വേ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലത്തിൽ പരാമർശിക്കുന്നുണ്ട്, ഫഅർസൽനാ അലൈഹിം റിഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹ്സാത്തിൻ ലിനുദീഖഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയ വലഅദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. അതുകൊണ്ട് ഏതു സമയവും നമുക്കും പലതും നേരിടേണ്ടിയും അഭിമുഖീകരിക്കേണ്ടിയും വരും. അതുകൊണ്ട് സമാധാനത്തോടെ നല്ല ചിന്തയോടുകൂടി ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. ഇതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.